കൊല്ലം സ്വദേശിയാണ്. കേരള ഗവൺമെൻറ് PWDയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. ധാരാളം ആധ്യാത്മിക ക്ലാസ്സുകളും പ്രഭാഷണങ്ങളൊക്കെ നടത്തി വരികയാണ്. അദ്ദേഹത്തിന് അഭയദാശ്രമത്തിൻ്റെ പേരിൽ ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രഭാഷണം കേൾക്കുവാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും അഭയദാശ്രമത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. 13-ാം അധ്യായം അധികരിച്ചുള്ള പ്രഭാഷണം ആരംഭിക്കുകയാണ്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതസ്തുല്യം തിരിവിയൈസ്തവൈർവേദൈ സാംഗവതക്രമോപനിഷദൈർ ഗായന്തിയം സാമഹ യാനാവസ്ഥിതഗദ്ഗദേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഭക്തിയോഗം 12-ാം അധ്യായത്തിൽ ഭഗവാൻ ആദ്യം അർജുനോട് പറയുന്നുണ്ടല്ലോ, ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താ സപ്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹബദ്ധിരവാപ്യതേ. അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹബദ്ധിരവാപ്യതേ. ദേഹബദ്ധിർ അതായത് ദേഹാഭിമാനികളായിട്ടുള്ളവർക്ക്, ദേഹവാന്മാർക്ക്, ദേഹമുള്ളവർക്ക് ഈ അവ്യക്തമായ നിർഗുണ ബ്രഹ്മത്തിലേക്ക് മനസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. ഭക്തിയോഗ ആദ്യം ക്ലേശോ അധികതരസ്തേഷാം തേഷാം അധികതര ക്ലേശ, അതായത് അവർക്ക് ക്ലേശം അധികതരമാണ്. കാരണം അവർ ദേഹാഭിമാനികളാണ്. ദേഹാഭിമാനികൾക്ക് ഈ നിർഗുണ ബ്രഹ്മത്തിലേക്ക് പെട്ടെന്ന് അവ്യക്തമായിരിക്കുന്ന ഇന്ദ്രിയ മനസ്സുകൾക്ക് ഗോചരമല്ലാത്ത ആ അവ്യക്ത രൂപത്തിലേക്ക് പോകാൻ പാടാണ്. നമുക്കെല്ലാം ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കണ്ടേ? അതിനാണ് നമ്മൾ ഈ സാകാര രൂപം, മനോഹരമായ രൂപങ്ങളൊക്കെ ഋഷീശ്വരന്മാർ ഭാവന ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ രൂപമൊക്കെ വളരെ മനോഹരമാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭുവനെ ആർക്കാണ് കസ്യ കുതുകം ഉണ്ടാകാത്തത്? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സൗന്ദര്യ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് പോകേണ്ടത് കൊണ്ടാണ്. ഭഗവാൻ എന്ന് പറയുന്നത് നിർഗുണമാണ്, അവ്യക്തമാണ്. നമ്മളിപ്പോൾ ഈ 13-ാം അധ്യായത്തിൽ കാണും അല്ലേ, ഭഗവത് സ്വരൂപം ഏതാണ്? ആ നിർഗുണമായിരിക്കുന്ന ഈശ്വര സ്വരൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരധ്യായമാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. അതായത് ഈ ഭഗവത്ഗീതയെ പറ്റി പറയുമ്പോൾ അതിന് 3 ഷഡ്കങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഗീതാ ക്ലാസ്സുകൾ ചെയ്യിക്കുന്നവർക്കൊരു ഭൂമിയൊന്നും കാണില്ല. നല്ല ആമുഖമായിട്ട് നമുക്ക് പറയാതെ ആ അധ്യായത്തിലോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. അതായത് 3 ഷഡ്കങ്ങളായിട്ടാണ് 18 അധ്യായങ്ങളെ ആദ്യത്തെ 6 അധ്യായങ്ങളെ ആദ്യത്തെ ഷഡ്കം, രണ്ടാമത്തെ 6 തൊട്ട് 12 വരെ ഉള്ളത് രണ്ടാമത്തെ ഷഡ്കം, 13 തൊട്ട് 18 വരെ ഉള്ളത് 3-ാം ഷഡ്കം. 3 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് തിരിച്ചിരിക്കുന്നത് തത്വമസി എന്നൊരു മഹാവാക്യമുണ്ട്. തത്വമസി, തത്വം അസി എന്താണ്? അത് നീ ആകുന്നു. തതെന്ന് വെച്ചാൽ ബ്രഹ്മം. നമ്മളിപ്പം പറഞ്ഞ ആ നിർഗുണ ബ്രഹ്മം നീ ആകുന്നു. എന്ന് വെച്ചാൽ നീ, അസി ആകുന്നു. എന്നാൽ ഈ പറഞ്ഞ ആദ്യത്തെ 2 ഷഡ്കങ്ങളിൽ ഈ ത്വവും തത്വമാണ് പറഞ്ഞത്. ആദ്യത്തെ 6 അധ്യായം പറഞ്ഞിരിക്കുന്നത് ത്വം, നിന്റെ ജീവാത്മാവിനെ പറ്റി. അത് കഴിഞ്ഞ് പിന്നുള്ളതാണ് പരമാത്മാവിനെ പറ്റി. അത് കഴിഞ്ഞിനി വരുന്നതാണ് ഇത് തമ്മിലുള്ള ഐക്യം, ജീവാത്മ പരമാത്മയോരൈക്യം. അതാണല്ലോ വേണ്ടത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവൻ ആ പരമാത്മാവുമായിട്ട് ചേരണം. അത് എങ്ങനെയാണെന്ന് തുടങ്ങുന്ന ആദ്യത്തെ ഒരു സ്റ്റോണാണ് ഈ 13-ാം അധ്യായം. അല്ലേ? അങ്ങനല്ലേ? ക്ഷേത്രജ്ഞ വിഭാഗയോ